ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിഗ്രി ഹെൽപ്പറിലോട്ട് സ്വാഗതം. 5th സെമസ്റ്ററിലെ കേരള ഹിസ്റ്ററി 1 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് എന്ന രീതിയിൽ നമ്മൾ മൊഡ്യൂൾ വൈസായിട്ട് ഒരു ഓവറോൾ റിവിഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 1-ലായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് കാര്യങ്ങൾ, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഏർലി ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ആദ്യകാല മനുഷ്യാധിവാസ കേന്ദ്രങ്ങൾ എന്ന ടോപ്പിക്കാണ്. അതായത് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണിത്. അതായത് നമുക്കറിയാം, ഒരു നിശ്ചിത പ്രദേശത്തിലെ വിഭവ സമാഹരണവും വിനിയോഗവും ലക്ഷ്യമാക്കി ഒരു വിഭാഗം ജനങ്ങൾ തങ്ങളുടെ അധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതോടെയാണ് മനുഷ്യാധിവാസ കേന്ദ്രങ്ങൾക്ക് ഉയർന്നു വരുന്നത് അല്ലേ. അതായത് ഒരു നിശ്ചിത പ്രദേശത്ത് അവരുടേതായ അധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, എങ്ങനെയാണ് അവരുടേതായ വിഭവ സമാഹരണവും അതുപോലെ തന്നെ വിനിയോഗമൊക്കെ തന്നെ ലക്ഷ്യമാക്കി കൊണ്ടുകൊണ്ട് ഒരു അധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെയാണ് ആ മനുഷ്യാധിവാസ കേന്ദ്രങ്ങളൊക്കെ തന്നെ രൂപം കൊണ്ടത്. നമുക്കറിയാം, ആദ്യകാല മനുഷ്യർ എങ്ങനെയാണ്, അവർ അലഞ്ഞു തിരിഞ്ഞൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു താമസമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. പിന്നെ നമ്മൾ നവീന ശിലായുഗത്തിൻ്റെ അവസാന ഭാഗം അല്ലെങ്കിൽ നവീന ശിലായുഗത്തിൻ്റെ ആ കാർഷിക വൃത്തിയൊക്കെ ആരംഭിച്ച സമയത്താണ് അവർ കൃഷിയൊക്കെ തുടങ്ങി അവരൊരു സ്ഥിര താമസമാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം, അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എഴുത്തുവിദ്യ കണ്ടുപിടിക്കപ്പെട്ടത് തന്നെ വിവിധ കാലങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ചരിത്രാതീത കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നത് തന്നെ എല്ലാ ഭാഗത്തും ഒരേ സമയത്താണ് നമുക്ക് അറിവ് കിട്ടിയത് അല്ല, വ്യത്യസ്ത സമയങ്ങളിലാണ്. കാരണം ഓരോ പ്രദേശത്തും അല്ലെങ്കിൽ ഓരോ ഭാഗത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എഴുത്തുവിദ്യ കണ്ടുപിടിക്കപ്പെട്ടത് തന്നെ വ്യത്യസ്ത രീതിയിലായിരുന്നു. ചില സമൂഹങ്ങൾ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത് ഏറെ കഴിഞ്ഞാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ദക്ഷിണേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെയും പ്രാചീന ശിലായുഗവുമായിട്ടും നവീന ശിലായുഗവുമായിട്ടും നിറയെ സാധനങ്ങൾ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമുക്കറിയാം ഇങ്ങനെ ഈ പ്രാചീന ശിലായുഗ സാധനങ്ങളാണ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ച ഉപകരണങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഈ ശിലോപകരണങ്ങളൊക്കെ തന്നെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കേരളത്തിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടവ വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കേരളത്തിൽ നിന്നും ഈ പ്രാചീന ഉപകരണങ്ങളും അതുപോലെ തന്നെ നവീന ശിലായുഗത്തിൻ്റെ കാർഷിക വൃത്തിയെക്കുറിച്ചും അപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളെക്കുറിച്ചൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്കറിയാം, പാലക്കാട് തെന്മല താഴ്വാരയിൽപ്പെട്ട കൊല്ലങ്കോട് നിന്നും ഗവേഷകർ ചില പ്രാചീന ഉപകരണങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറയൂര്, പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ നദീതരം, ഇവിടെയൊക്കെ എന്താണ് കേരളത്തിൽ പ്രാചീന ശിലായുഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അതായത് പ്രാചീന ശിലായുഗത്തിലെ കല്ലുകൊണ്ടുള്ള കൈമഴു, പിന്നെ അവിടുത്തെ ഉപകരണങ്ങൾ, ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുപിടിച്ചതിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആദ്യകാല മനുഷ്യാധിവാസ കേന്ദ്രങ്ങളായിട്ട് കേരളത്തിലെ പല സ്ഥലങ്ങളും മാറിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ അറ്റം കൂർത്ത കല്ലുകൊണ്ടുള്ള ഒരു കത്തി പോലുള്ള ഇത് കാസർഗോഡ് ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് നിന്നും ലഭ്യമായ ഉപകരണങ്ങൾ എന്നിവ കേരളത്തിലെ പ്രാചീന ശിലായുഗ അധിവാസ കേന്ദ്രങ്ങളുടെ തെളിവുകൾ ആണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. കൂടുതലായിട്ടും ഈ കേരളത്തിലെ ചരിത്രാതീത കാലഘട്ടത്തിൽ കണ്ടുപിടിക്കപ്പെട്ടത് കല്ലുകൊണ്ടുള്ള കൈമഴു നിർമ്മിക്കുന്ന വിദ്യ അവർക്ക് പരിചിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിലെ പനമരം വനപ്രദേശത്ത് നിന്ന് ഈ ഇടയ്ക്ക് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ശിലോപകരണങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യാധിവാസ കേന്ദ്രത്തിൻ്റെ ശേഷിപ്പുകൾ എന്ന് പറയുന്നത് അന്ന് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഉപകരണങ്ങൾ തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ വയനാട് ജില്ല അമ്പുക്കുത്തി മലയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, ഒരു ഗുഹ കാണാൻ പറ്റുന്നുണ്ട്. ആ ഗുഹ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഗുഹ തന്നെയാണ്. അതാണ് നമ്മുടെ അമ്പുക്കുത്തി മലയിലെ, വയനാട് ജില്ലയിലെ അമ്പുക്കുത്തി മലയിലുള്ള ഇടയ്ക്കൽ ഗുഹ എന്ന് പറയുന്നത് വളരെയധികം ചരിത്രാതീത പ്രാധാന്യമുള്ളതാണ്. നമുക്ക് 2 മാർക്കിന് ഇടയ്ക്കൽ കേവ്സ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് എഴുതാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ മനുഷ്യാധിവാസ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എടക്കൽ ഗുഹ എന്ന് പറയുന്നത്. അതായത് 2 മലകൾക്കിടയിൽ ഒരു മല വന്ന് നിൽക്കുന്ന ഒരു
ഒരു 2 മലകളായിരിക്കും, അതിനിടയിൽ ഒരു മലയും കൂടി വന്ന് നിൽക്കുന്ന ഒരു ഭാഗം. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ പിക്ചർ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ തന്നെയും ഒരുപാട് ശിലോപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൈമഴു അല്ലേ, അതായത് കൈമഴു നിർമ്മിക്കുന്ന വിദ്യ പരിചിതമാണ് എന്ന് മനസ്സിലാക്കിയത് അവിടെയാണ്. അമ്പുക്കുത്തി മലയിലാണ് നിൽക്കുന്നത്. അതായത് പ്രാചീന ശിലായുഗത്തെക്കുറിച്ചുള്ള ഒരു വിവരണം നമുക്ക് കേരളത്തിൽ നിന്നും കണ്ടെത്തിയതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ഈ ഇടയ്ക്കൽ ഗുഹ തന്നെയാണ്. അതുപോലെ തന്നെ കാർഷിക വൃത്തിയുടെ ആരംഭവും മിനുസപ്പെടുത്തിയ കൽമഴുവിൻ്റെ ഉപയോഗവും നാഗരികതയുടെ പരിണാമത്തിലെ ഏറ്റവും നിർണായകമായ മനുഷ്യഘട്ടത്തെ സൂചിപ്പിക്കുന്ന സവിശേഷതകളാണ് അല്ലേ. അതുപോലെ തന്നെ കേരളത്തിലെ നവീന ശിലായുഗ മനുഷ്യൻ്റെ അധിവാസ കേന്ദ്രങ്ങളെ അടയാളപ്പെടുത്തുന്നവയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട ചെത്തിയെടുത്ത പാറകൾ അഥവാ ടാപ്പ് റോക്കുകൾ അല്ലേ. അതായത് ഈ ടാപ്പ് റോക്കുകൾ എന്ന് പറയുന്നത് എന്താണ്? ചെത്തിയെടുത്തതാണ്. എന്തിനാണ് ചെത്തിയെടുക്കുന്നത്? അവർക്ക് അവരുടേതായ ഉപകരണങ്ങൾ നിർമ്മിക്കാനാണ് അല്ലേ. അപ്പോൾ ഈ ചെത്തിയെടുത്തതൊക്കെ എന്തിനായിരിക്കാം? അവരുടേതായ ഉപകരണങ്ങൾ നിർമ്മിക്കാനാണ് ചെത്തിയെടുത്തത് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 1806നും 1901നും ഇടയിൽ വയനാട്ടിലെ ഇടയ്ക്കൽ ഗുഹകളിൽ ഉത്ഖനനം നടത്തിയ ഫോസറ്റ് കണ്ടെടുത്ത കല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ബ്ലേഡുകൾ തുടങ്ങിയ വസ്തുക്കൾ ശിലായുഗവുമായി ബന്ധപ്പെട്ടവയാണ്. പിന്നെ അതുപോലെ തന്നെ പുൽപ്പള്ളി, കൽപ്പറ്റ എന്നീ സ്ഥലങ്ങളിലൊക്കെ തന്നെയും നവീന ശിലായുഗത്തിൻ്റെതായ തെളിവുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ചിത്രങ്ങൾ എന്താണ്? വേട്ടയാടലിൻ്റെ ചിത്രങ്ങൾ, കാർഷിക വൃത്തി, അതുപോലെ തന്നെ മൃഗങ്ങളെ മെരുക്കി വളർത്തുന്നത്, സൂര്യൻ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ തന്നെയും നവീന ശിലായുഗത്തിൻ്റെ ചിത്രങ്ങളാണ് മനുഷ്യർ വരച്ചു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശിലായുഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ കിട്ടുന്നതും മനുഷ്യാധിവാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ നിലനിന്നിരുന്നു എന്നതിനും തെളിവുകൾ കേരളത്തിൽ നിന്നും ലഭ്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തോവരിമല, അതുപോലെ തന്നെ അമ്പുക്കുത്തി മല, എടയ്ക്കൽ ഗുഹ, പിന്നെന്താണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന്, അതുപോലെ തന്നെ പൊൽപ്പുള്ളി, കൽപ്പറ്റ എന്നീ ഭാഗങ്ങളിൽ നിന്ന്, മറയൂർ എന്നീ ഭാഗങ്ങളിലൊക്കെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് ഇങ്ങനെയുള്ള ശിലാ ഉപകരണങ്ങൾ കണ്ടുപിടിക്കുകയും മനുഷ്യാധിവാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിന്നിരുന്നു എന്നതിന് തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് നമുക്ക് ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് അത് വെച്ച് നമുക്ക് എഴുതിയാൽ മതി കേട്ടോ. പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. ഇനി റോക്ക് ഷെൽട്ടേഴ്സും ചരിത്രാതീത കലകളും എന്ന് പറയുന്നത്, അതായത് റോക്ക് ഷെൽട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം കല്ലുകൊണ്ടുള്ള ഒരുപാട് അവരുടെ അഭയ കേന്ദ്രങ്ങൾ നിർമ്മിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കിഴുക്കാം തൂക്കായി സ്ഥിതി ചെയ്യുന്ന മലയുടെ അടിവാരത്തിൽ കാണപ്പെടുന്ന ഗുഹ പോലെയുള്ള ഒരു പ്രവേശന മാർഗമാണ് റോക്ക് ഷെൽട്ടർ എന്ന് പറയുന്നത്. കാലങ്ങളായുള്ള കാലാവസ്ഥാ മാറ്റങ്ങളിലൂടെ രൂപപ്പെടുന്ന ഗുഹാരൂപങ്ങളാണ് ഇവ. ചരിത്രാതീത കാല മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ഇത്തരം ഗുഹാപ്രദേശങ്ങളിലാണ്. പ്രകൃതി തന്നെ ഒരുക്കി കൊടുക്കുന്ന ഈ അധിവാസ രൂപങ്ങളായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ചരിത്രാതീത കാലഘട്ടത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ റോക്ക് ഷെൽട്ടർ കണ്ടെത്തിയത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള അമ്പുക്കുത്തി മലയിലെ എടയ്ക്കൽ ഗുഹകളിലാണ്. അപ്പോൾ ഈ എടയ്ക്കൽ ഗുഹകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് എടയ്ക്കൽ കേവ്സ് വയനാട് എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിലാണ് എടയ്ക്കൽ ഗുഹകളെക്കുറിച്ചും എടയ്ക്കൽ ഗുഹകൾ ലോകമെമ്പാടുമുള്ള ചരിത്ര പുരാവസ്തു ഗവേഷകരുടെ ശ്രദ്ധയിൽ പെടുന്നതും. അപ്പോൾ റോക്ക് ഷെൽട്ടേഴ്സ് എന്ന് പറയുന്നത് അവരുടെ മനുഷ്യാധിവാസ കേന്ദ്രങ്ങൾക്കുള്ള ഒരു തെളിവാണ് എന്ന് പറയാം അല്ലേ. അതായത് ഇതെങ്ങനെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ മുകളിൽ വീണുകിടക്കുന്ന ഒരു വലിയ പാറയ്ക്ക് കീഴെ സംഭവിച്ച ഒരു വലിയ പാറപ്പിളർപ്പാണ് എടയ്ക്കൽ ഗുഹകളെ രൂപപ്പെടുത്തിയത്. മുകളിലെ പാറയിൽ നിന്നും ഏതാണ്ട് 30 അടിയോളം താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹകൾക്ക് ഒരു റോക്ക് ഷെൽട്ടറിൻ്റെ രൂപമാണ് ഉള്ളത്. 2 വലിയ പാറകൾക്കിടയിൽ രൂപപ്പെട്ട ഒരു വലിയ വിള്ളലിൻ്റെ രൂപമാണ് അവിടെ കാണാൻ കഴിയുക. ഇതെന്താണ്? ഇത് പ്രകൃതിയാൽ തന്നെ നിർമ്മിതമായതാണ്. അപ്പോൾ ഇതിൻ്റെ ചിത്രം ഒന്ന് ജസ്റ്റ് എടയ്ക്കൽ കേവ്സ് നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതിലെന്താണ് വളരെ സുരക്ഷാപരവും സൗകര്യപരവുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വൻമതിലിൻ്റെ രൂപമാണ് ഇതിൻ്റെ ഇരുഭാഗത്തുമുള്ള ആ ഒരു പാറകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തട്ടുകളായ ഒരു പ്രകൃതിദത്ത ഗാലറിയും ഇതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതേ രീതിയിലുള്ള സമകാലീന റോക്ക് ഷെൽട്ടറുകൾ കാണപ്പെടുന്ന വയനാട്ടിലെ മറ്റൊരു പ്രദേശമാണ് തോവരി മല എന്ന് പറയുന്നത്. ഈ തോവരി മല എന്ന് പറയുന്നതും
എന്താണ് എഴുത്തുപുര എന്ന പേര് കൈവന്നത് ഈ മതിലുകളിൽ കാണപ്പെടുന്ന കോറി വരച്ച ചിത്രങ്ങൾ കൊണ്ടാണ് തൊവരിമലയെ പുര എന്ന പേരിലും അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ മറയൂര് എന്ന സ്ഥലത്തും. അവിടെയും നമുക്ക് കൂടക്കാട്, വൈമൽ ഗുഹ, അട്ടല, മടത്തല തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള റോക്ക് ഷെൽട്ടറുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലെ പയ്യന്നൂരിനടുത്തുള്ള പടമ്പ എന്ന സ്ഥലത്ത് വനപ്രദേശമാണ് ആലമ്പടമ്പ. ഈ ഒരു ഇവിടെ നമുക്ക് 8 കുടുക്ക റോക്ക് ഷെൽട്ടേഴ്സും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള റോക്ക് ഷെൽട്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എന്താണ് നമുക്ക് പെയിൻറ്റുകളും വരകളും അതുപോലെ തന്നെ പ്രതീക രൂപങ്ങളും ചിത്രരൂപങ്ങളും മുദ്രണങ്ങൾ അതുപോലെ തന്നെ പാറകളിലെ കൊത്തുപണികൾ എന്നിവ നമുക്ക് അക്കാലത്തെ ചരിത്രാതീത കലയിൽ ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വയനാട്ടിലെ എടയ്ക്കൽ ഗുഹകളിൽ കാണപ്പെടുന്ന ശിലാചിത്രങ്ങളും കൊത്തുപണികളും ചരിത്രാതീത കാലഘട്ടത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവയാണ്. മധ്യശിലായുഗത്തിലും നവീന ശിലായുഗത്തിലും ഇരുമ്പ് നാഗരികതയിലും ആയി വ്യാപിച്ചു കിടക്കുന്നവയാണ് അനേകം തലമുറകളുടെ സംഭാവനയായ ഈ ചിത്രങ്ങളെല്ലാം. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ചിത്രങ്ങൾ, മൃഗങ്ങൾ, അതുപോലെ തന്നെ അവിടത്തെയുള്ള കൊത്തുപണികൾ, മുദ്രണങ്ങൾ, ഇതൊക്കെ അവിടെ കലകൾ നിലനിന്നിരുന്നു എന്നതിനുള്ള ഒരു വലിയ തെളിവാണ്. അവരുടെ റോക്ക് ഷെൽട്ടേഴ്സിലാണ് അവരുടേതായ കലകളെയും അവരുടേതായ സാംസ്കാരിക രീതികളെയും പ്രോത്സാഹിപ്പിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്താണെന്ന് നോക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ചരിത്രാതീത കാല സമൂഹങ്ങൾ അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് സൊസൈറ്റീസ് ആണ്. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രാചീന ശിലായുഗത്തിൽ തുടങ്ങി മധ്യശിലായുഗത്തിലൂടെ നവീന ശിലായുഗത്തിലേക്ക് വളരുന്ന ഒരു കേരളീയ ചരിത്രാതീത കാല സമൂഹത്തെക്കുറിച്ചുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത് പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് റോക്ക് ഷെൽട്ടറുകൾ ആയിക്കോട്ടെ, ഉപകരണങ്ങളായിക്കോട്ടെ, ആയുധങ്ങളായിക്കോട്ടെ, ശിലാചിത്രങ്ങളായിക്കോട്ടെ, അതിലൂടെയാണ് അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ കാർഷിക വൃത്തി ഉണ്ടായിരുന്നു എന്നും കൊത്തിവെക്കപ്പെട്ട രൂപങ്ങളും മാതൃകകളും ഉണ്ടായിരുന്നു എന്നും പിന്നെ അവർ ജീവിച്ചിരുന്നത് എങ്ങനെയാണ്, വേട്ടയാടിയും അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ശേഖരിച്ചു എന്നതിനും തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൽമഴു, ഉളി, കൽച്ചീലുകൾ എന്നിവയൊക്കെ തന്നെ ചരിത്രാതീത കാല മനുഷ്യൻ നടത്തിയ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ ഉപകരണങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ചരിത്രാതീത സമൂഹത്തെക്കുറിച്ച് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് വരുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ ഗഡ്സ്, പാലക്കാടൻ ഗഡ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ പാലക്കാടൻ ഗഡ്സ് നമ്മുടെ തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്നതാണ്. 1400 കിലോമീറ്റർ ആണ്. അതൊക്കെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ ഇടനാട്, മലനാട്, അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ എടയ്ക്കൽ ഗുഹയുടെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. എന്നാലും അതിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മാപ്പ് പറ്റിയാൽ നമുക്ക് മാപ്പും കൂടി ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഇതാണ് മൊഡ്യൂൾ വൈസിലുള്ള ഒന്നാമത്തെ മൊഡ്യൂൾ, അതായത് ഭൂമിശാസ്ത്രപരമായ ക്രമീകരണങ്ങളും ആദ്യകാല മനുഷ്യാധിവാസ കേന്ദ്രങ്ങളും എന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം കേട്ടോ.